welcome back to 10th State Crash Class for Maths conducted by Archana Study Center. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. The product of two consecutive odd number is 195. What are the numbers? രണ്ട് അടുത്തടുത്ത് വരുന്ന രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 195 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതാം. അപ്പോൾ ഒരു ഫസ്റ്റ് നമ്പർ എക്സ് ആണ്. ലെറ്റ് എക്സ് ബി എ നമ്പർ. എക്സ് ബി ദ ഫസ്റ്റ് ഓഡ് നമ്പർ. ആദ്യത്തെ ഓഡ് നമ്പർ എക്സ് ആണെന്ന് കരുതുകയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ആയിരിക്കും. ഓക്കെ, ഈക്വൽ ടു എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 195. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് 2 ഉണ്ട്. അപ്പൊ നമ്മൾ എക്സിനെ ഈ രണ്ട് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 195 വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ രൂപത്തിലേക്ക് മാറ്റണം. 195 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ ഈ ടേമും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഏതെങ്കിലും കോമൺ ടേം ആഡ് ചെയ്താൽ പറ്റുമോ എന്ന് നോക്കാം. അല്ലെ, 195 കഴിഞ്ഞാൽ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 196 ആണ്. ഓക്കെ, അത് 196 ആവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യണം? ഒരു 1 ആഡ് ചെയ്യണം. ഒരു സൈഡിൽ മാത്രമായിട്ട് 1 ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ട് സൈഡിലും ഒരുപോലെ ഞാൻ 1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 195 പ്ലസ് 196. 196 എന്തിന്റെ സ്ക്വയർ ആണ്? 196 എന്ന് പറയുന്നത് 14ന്റെ സ്ക്വയർ ആണ്, നമുക്കറിയാം. അപ്പൊ നമ്മൾ 1 ആഡ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറി. ഇനി ഈ സൈഡ് ഒന്ന് നോക്കൂ. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇതെന്താണ്? ഈ ഒരു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. അല്ലെ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, 2 ഇൻറ്റു എ എന്ന് പറയുന്ന എക്സ് ഇൻറ്റു ബി എന്താണ്? 1 ആണ്. അല്ലെ, 1 പ്ലസ് ബി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻ റിലേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ എ സ്ക്വയർ. എ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഓക്കെ, പ്ലസ് ബി എന്തായിരിക്കും? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അല്ലെ, നമുക്ക് റിലേറ്റ് ചെയ്യാം. ഈ രണ്ട് ടേംസിനെ റിലേറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. അങ്ങനെയാണ് നമുക്ക് എ എന്തെഴുതാം? എക്സ് എഴുതാം. 2ab എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതും? 2x വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബി എന്ന് നമുക്കറിയാം, ബി സ്ക്വയർ 1 ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു 1. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദെൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 196 ഈക്വൽ ടു 14 സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 14 സ്ക്വയർ വരും. രണ്ട് സൈഡിലും പവർ ഉണ്ട് അല്ലെ, രണ്ട് സൈഡിലും നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 14 വരും. എക്സ് ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 1 ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 14 മൈനസ് 1 ഈക്വൽ ടു 13 വരും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ എക്സ് പ്ലസ് 2 എന്തായിരിക്കും? അടുത്ത ഓഡ് നമ്പർ 15 ആണ്. അപ്പോൾ ആൻസർ എന്തൊക്കെയാണ്? 13ഉം 15ന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത് പറയുന്നത്? 195. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചെയ്ത് നോക്കണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. How many terms of the arithmetic sequence 5, 7, 9 must be added to get 140 as the sum? ഒരു അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസിന്റെ കുറച്ച് നമ്പേഴ്സിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 140 കിട്ടും. അത് എത്ര നമ്പേഴ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അരിതമെറ്റിക് സീക്വൻസ് പഠിച്ചതാണ്, നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരണം. ഓക്കെ, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള സീക്വൻസിനെയാണ് അരിതമെറ്റിക് സീക്വൻസ് പറയുന്നത്. അരിതമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അരിതമെറ്റിക് സീക്വൻസ് ആദ്യം ഒന്ന് എടുത്തെഴുതാം. 5, 7, 9 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അരിതമെറ്റിക് സീക്വൻസ്. അപ്പൊ അരിതമെറ്റിക് സീക്വൻസിന്റെ കുറച്ച് നമ്പേഴ്സിന്റെ, അതായത് സീക്വൻസിലെ കുറച്ച് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. n നമ്പർ ഓഫ് ടേംസ് ആണ്.
നമ്പർ ഓഫ് ടേംസ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, എൽ ലാസ്റ്റ് ടേം ആണ്. ഓക്കെ, നമുക്കിപ്പോ ഇതില് എൻ എന്താന്ന് അറിയില്ല, ഫസ്റ്റ് ടേം അറിയാം അല്ലെ. ഇത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താണ് നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു 5 ആണെന്ന് അറിയാം. ഓക്കെ, ലാസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല. ഓക്കെ, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം, ലാസ്റ്റ് ടേം എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ നമുക്ക് എഫ് അറിയാം, ഡി എന്താണ്, കോമൺ ഡിഫറൻസ് ആണ് അല്ലെ. ഈ ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ടേം എന്ത് വരും, എഫ് എന്ന് പറയുന്നത് 5 ആണ്, എൻ മൈനസ് 1 ഇൻറ്റു 2 വരും. ഓക്കെ, ഇനി ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം, n മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 5 പ്ലസ് 2 ഇൻറ്റു n 2n, 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. ഓക്കെ, ഇനി 5 മൈനസ് 2 എന്താണ്, 3 ആണ്. ദാറ്റ് ഈസ് 2n പ്ലസ് 3 ആണ് എന്ത് പറയുന്നത് ലാസ്റ്റ് ടേം. ഓക്കെ, നമുക്ക് ഇനി എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനി n മാത്രമേ കിട്ടാത്തുള്ളൂ. സം നമുക്ക് തന്നിട്ടുണ്ട്, സം എത്രയാണ്, സം ഇസ് ഈക്വൽ ടു 140 തന്നിട്ടുണ്ട് അല്ലെ, സം 140. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന്റെ സ്ഥാനത്ത് സം 142, എൻ അറിയില്ല, എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. ലാസ്റ്റ് ടേം എന്താണ്, 2n പ്ലസ് 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നത്. ദിസ് ബിക്കം 140 ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 2n, 2n കൂടെ n ഉള്ള ടേംസ് വേറെ ഒന്നുമില്ല അല്ലെ. 5ഉം 3ഉം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 8 കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കേ, 2ഉം 8ഉം എന്താണ്, മൾട്ടിപ്ലയർ, 2ന്റെ മൾട്ടിപ്ലയർ ആണ് അല്ലെ. അപ്പൊ 2 നമുക്ക് കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും, n ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ബാക്കി എന്ത് വരും, n കോമൺ എടുത്തു കഴിഞ്ഞാൽ n വരും. ഇവിടെ 2 ഇൻറ്റു 4 ആണ് എന്ത് വരുന്നത്, 8. ഇവിടെ എന്ത് വരും, 4 വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 140. അപ്പൊ ഈ 2ഉം 2ഉം കട്ടായി പോയി. then this become 140 ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 4n വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ n ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു n സ്ക്വയർ, n ഇൻറ്റു 4n വരും. ഇനി നമുക്ക് അടുത്ത ഇതിന് തൊട്ടടുത്ത് 140ക്ക് തൊട്ടടുത്ത് വരുന്ന ഒരു സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ ഏതാ, 144 ആണ് അല്ലെ. 12 സ്ക്വയർ ഇസ് ഈക്വൽ ടു 144. നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. 140 രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, 4 കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം, n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4. ഓക്കെ, ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ 144 ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ പോലെ എഴുതാം അല്ലെ. ബി എന്തായിട്ട് വരും, b സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 വരും, b ഈക്വൽ ടു 2 വരും അല്ലെ. a സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്, a എന്ത് വരും, n വരും. അതുപോലെ 2ab എന്ന് പറയുന്നത് എന്താണ്, 4n ആണ്. ശരിയാവുന്നുണ്ടോ നോക്കാം. 2 ഇൻറ്റു n ഇൻറ്റു b എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. അപ്പൊ എന്ത് വരുന്നുണ്ട്, 4n വരുന്നുണ്ട്. അപ്പൊ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 4 എങ്ങനെ എഴുതാം, ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ്. ദിസ് ബിക്കം എന്തായിട്ട് മാറും, a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. a എന്തായിരിക്കും, n ആയിരിക്കും അല്ലെ. a എന്ന് പറയുന്നത് n ആണ്, b എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. then this become n plus 2 whole square is equal to 144 എന്താണ്, 12 സ്ക്വയർ ആണ്. ചെയ്യാൻ അറിയാത്തവര് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. ഇനി രണ്ട് സ്ഥലത്തും സ്ക്വയർ ടേം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n പ്ലസ് 2 is equal to 12 വരും, n is equal to 12. ഈ 2നെ നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും, -2 ആവും, n ഈക്വൽ ടു 10 വരും. n ഈക്വൽ ടു 10 നമ്പേഴ്സിന്റെ സം ആണ് എന്ത് വരുന്നത്, 140. ക്ലിയർ ആണെന്ന് കരുതുന്നു. ചെയ്ത് നോക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ നമ്പേഴ്സ് വിത്ത് സം ഇസ് ഈക്വൽ ടു 4 ആൻഡ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു. രണ്ട് നമ്പേഴ്സ്, അതിന്റെ സം എന്ന് പറയുന്നത് 4 ആണ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ നമ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചെടുത്താൽ പിന്നെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. അപ്പൊ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ എന്നിങ്ങനെ എടുക്കാം, ലെറ്റ് 2 minus x and 2 plus x be the two numbers. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ്. നോക്കിക്കേ, 2 minus xും 2 plus xും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്, ഈ -x ഉം x ഉം ക്യാൻസൽ ആയിപ്പോകും.
എന്തേ വരുന്നത്? 4 ആണ് വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ പ്രൊഡക്റ്റ് 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 മൈനസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലെ? 2 മൈനസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഇത് നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാലോ. എ മൈനസ് ബി, ഏത് ഐഡന്റിറ്റി? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഐഡന്റിറ്റിയാണ് വരുന്നത്. ദിസ് ബിക്കം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 2 മൈനസ് എക്സ് ഇൻറ്റു 2 പ്ലസ് എക്സ് എന്ത് വരും? 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റാം അല്ലെ? എക്സ് സ്ക്വയറിനെ മാത്രം അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. മൈനസ് എക്സ് എന്നുള്ളത് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആവും. 2 എന്നുള്ളത് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? മൈനസ് 2 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇതൊന്ന് ചെയ്ത് നോക്കപ്പോൾ എന്ത് കിട്ടും? 4 മൈനസ് 2 വരും അല്ലെ? 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. 4 മൈനസ് 2 എന്ത് വരും? 2 അല്ലെ? 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പൊ രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു √2 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് എഴുതാലോ. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് √2 ആൻഡ് 2 പ്ലസ് √2 ആണ് നിങ്ങളുടെ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച ഐഡന്റിറ്റീസിലേക്ക് നിങ്ങൾക്ക് ഇക്വേഷൻ എത്തിക്കാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതല്ലേ നമ്മൾ കോർഡിനേറ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ആ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. അതിനും എളുപ്പമുള്ള വഴി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയിലേക്ക് ഇക്വേഷന് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് മാത്തമാറ്റിക്കലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെത്തിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അടുത്തൊരു ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.